കോഴിക്കോട് ജയലക്ഷ്മി സിൽസിൽ തീപിടുത്തമുണ്ടായപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എത്ര വലിയ ഫയർ ആൻഡ് സേഫ്റ്റി എക്യുപ്മെന്റ് ഉണ്ടെങ്കിലും തീപിടുത്തത്തിന്റെ തുടക്ക സമയത്ത് തന്നെ അതിന് തടയണമെങ്കിൽ അവിടെയുള്ള ജീവനക്കാർക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ആർക്കെങ്കിലുമോ എങ്ങനെ ഈ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാൻ പറ്റുമെന്നറിയണം. അതറിഞ്ഞില്ലെങ്കിൽ ഒരു പരിധിവരെ ഒരു കാര്യവുമില്ല. നമ്മുടെ ബിൽഡിങ്ങിൽ ഫയർ ആൻഡ് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തു. പക്ഷേ സത്യസന്ധമായി പറയട്ടെ, 90% ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാൻ അറിയില്ല. സോ വി ഡിസൈഡഡ് വൺ തിങ്. നമ്മുടെ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിനും ഇതിനെക്കുറിച്ച് നല്ല ഒരു ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഇത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളത് മറ്റാരെയുമല്ല, ഇതിലേറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ്. അതെ, തളിപ്പറമ്പിലെ സ്റ്റേഷൻ ഓഫീസറായ കുര്യാക്കോസ് സാർ, അതുപോലെ തന്നെ രാജീവൻ സാർ. നമ്മൾ വാർത്തയിലൊക്കെ എപ്പോഴും കാണാം പല സ്ഥലങ്ങളിലും തീ പിടിച്ചു, അവിടെ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ വന്ന് തീ അണച്ചു എന്നൊക്കെ. പക്ഷെ ഇവരുടെ റിയൽ ഇമോഷനും റിയൽ റിസ്ക്കും ഒരു പരിധിവരെ മനസ്സിലാക്കി തന്നത് മമ്മൂക്കയുടെ ഫയർമാൻ എന്ന സിനിമയിലൂടെയാണ്. അപ്പോൾ സാറന്മാരുടെ കിടിലൻ ക്ലാസ് അല്ല ട്രെയിനിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു തന്നു. ഒരുപാട് നന്ദി തളിപ്പറമ്പ് ഓഫീസിലെ സാറന്മാരോട്. അതിലുപരി നമ്മുടെ വീട്ടിലെ ഒരു കോഴി കിണറ്റിൽ പോയി അവരെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഫയർ ആൻഡ് സേഫ്റ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഹോസ്പിറ്റൽ കഥ തുടരും.